വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കേരളത്തിന്റെ യുഗപുരുഷനും ഇന്ത്യ കണ്ട മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന EMSന്റെ വേർപാടിന്റെ 27 വർഷം തികയുകയാണ്. ഇതോടനുബന്ധിച്ചാണ് ഏലംകുളത്ത് വിപുലമായ പരിപാടികളോടെ EMS ദിനം ആചരിച്ചത്. വിവിധ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രഭാതഭേരി, പതാക ഉയർത്തൽ, അനുസ്മരണ യോഗങ്ങൾ എന്നിവയാണ് സംഘടിപ്പിച്ചത്. ഏലംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിന്റെ വളർച്ചയുടെ മറ്റൊരു രഹസ്യം സേവന മേഖലയിലാണ് കേരളം ഊന്നിയത്. കൃഷിയിലോ വ്യവസായത്തിലോ ആയിരുന്നില്ല. പക്ഷെ സേവന മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ വികസന മാതൃക ഈ കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തു. നമ്മുടെ വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയായിട്ടുള്ള നമ്മുടെ ഇയാള് തിരുവനന്തപുരത്തെ നമ്മുടെ മാഷുണ്ടല്ലോ, പ്രൊഫസർ ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് 1970 വരെ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കോളേജുകൾ ഉണ്ടായത്? 70ഓട് കൂടി എന്തുകൊണ്ടാണ് ഇത്രയേറെ കോളേജുകൾ ഉണ്ടായത്? കാർത്തികൻ നായർ പറയും. എന്താ പറയുന്നത് അദ്ദേഹം? 67 നമ്മളെ ഗവൺമെന്റ് വരുന്നതോട് കൂടിയാണ് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഫ്രീ ആവുന്നത്. P. ഗോവിന്ദപ്രസാദ് അധ്യക്ഷത വഹിച്ചു. MK ശ്രീധരൻ, S. ശ്രീരാജ്, NP ഉണ്ണികൃഷ്ണൻ, P. സുധീർ ബാബു, അനിത പള്ളത്ത്, P. അജിത് കുമാർ, M. സോമൻ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.